മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴുവും ഏറനാട്ടിൽ അമ്മമാരില്ലേ സഹോദരിമാരില്ലേ ഇമ്മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴുവും ഏറനാട്ടിൽ RSSകാരും എഴുതിയതല്ല, ഹിന്ദു ഐക്യവേദിക്കാരെഴുതിയതല്ല. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാകവി, മതമേതായാലും മനുഷ്യൻ നന്നാകുവാൻ ഉപദേശിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ വത്സല ശിഷ്യൻ, SNDP യോഗത്തിന്റെ പ്രഥമ യോഗം സെക്രട്ടറി, അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നു വീണ വരികളാണിത്. ഈ ദുരവസ്ഥ തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയാണ് ഏറനാട് വള്ളുവനാട്ടുകാര് അനുഭവിച്ചത്. 1921 കുപ്രസിദ്ധമായ മാപ്പിള ലഹളയാണ് ഇവിടെ പരാമർശ വിഷയം. ഇത് തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയായിരുന്നു. തുർക്കിക്കാർക്ക് വേണ്ടാത്ത തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടി ഏറനാട് വല്ലവനാട് താലൂക്ക് ഹിന്ദുവിന്റെ രക്തം കൊണ്ട് ചുമന്നു. കുടുംബത്തെ ഹിന്ദുവിന്റെ ശിരസുകൾ അവിടെ ഉരുട്ട് നടന്നു. അമ്മറങ്ങന്മാരുടെ മാനം പിച്ചു ചീന്തി എറിഞ്ഞു. അമ്പലങ്ങൾ ഒന്നൊന്നായി ഇടിച്ചു നിരത്തി നൂറുകണക്കിന് ഹൈന്ദവ സഹോദരന്മാരെ മതം മാറ്റി സ്വത്തുക്കൾ കവർന്നെടുത്തു. ഭയക്കുന്നു ഇന്നൊരിക്കൽ കൂടി പാലസ്തീന് വേണ്ടിയിട്ട്, ഇറാഖിന് വേണ്ടിയിട്ട്, അഫ്ഗാന് വേണ്ടിയിട്ട് ഇവിടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുമ്പോൾ ദൈവമേ ഇതിന്റെ ഇരയും ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവ സമൂഹമായി മാറുമോ എന്ന ഭയമാണ് നമ്മെ ഇതിലേക്ക് ചിന്തിപ്പിക്കുന്നത്. കേവലം മുദ്രാവാക്യമല്ല, കേവലം ചുമരെഴുത്തല്ല, മറിച്ച് അനുഭവമാണ് നമ്മെ ഭയപ്പിക്കുന്നത്. അനുഭവം. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ആ തിളച്ച വെള്ളത്തിൽ വീണ അനുഭവമാണ് നമ്മെ കൊണ്ട് ഇതെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഭീകരവാദം ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുമ്പോഴും അതിനെ വെള്ളപൂശുക, അതിന് വളമിട്ട് കൊടുക്കുന്ന ഇവിടുത്തെ മതേതര പടയാണ് ഈ ഭീകരവാദം തളരാതിരിക്കാൻ കാരണം. ഈ ഭീകരവാദത്തെ വളർത്തുന്നവരാണ് ഭീകരവാദികളെക്കാൾ ഉത്തരവാദിത്വം. ഈ മതേതര പടക്കൊണ്ട് ഇവർക്ക് വേണ്ടി പേനയുണ്ടുന്ന എഴുത്തുകാര്, ഇവർക്ക് വേണ്ടി ഗർജിക്കുന്ന ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇവരൊക്കെ അടങ്ങുന്ന മതേതര പടയിലാണ് ഈ ഭീകരവാദത്തിന്റെ വേരുകൾ കിടക്കുന്നത്. ഏതായാലും ഇവിടെ പരാമർശ വിഷയമായി എന്തുകൊണ്ട് ഭീകരവാദം ഉണ്ടാകുന്നു? വിവേചനം, പീഡനം, പാർശ്വവൽക്കരണം. ഇവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞ ന്യായമനുസരിച്ച് വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും അനുഭവിക്കുന്ന ഒരു സമൂഹം ഭീകരവാദികളായി മാറും. വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും അനുഭവിക്കുന്ന ഒരു സമൂഹം ഭീകരവാദികളായി മാറും. ഇസ്ലാമിക ഭീകരവാദം എന്ന് ഇന്ന് വരെ നാക്ക് വടിച്ചു പറയാൻ പലർക്കും ഇപ്പോഴും ധൈര്യമില്ല. നാക്ക് വടിച്ചു പറയില്ല, അതാണോ ഇതാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ഒന്ന് വഴുക്കുള്ളൂ. പക്ഷെ ആ വഴുക്കുന്ന നിങ്ങളും ധൈര്യപൂർവ്വം എടുത്ത് ഉപയോഗിക്കുന്നു ഹൈന്ദവ ഭീകരവാദം എന്നൊരു വാക്ക്. മലേഗാവ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തില് ഹൈന്ദവ ഭീകരവാദം എന്നൊരു വാക്ക് ഇന്ന് ഈ രാഷ്ട്രത്തിന് പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു, അല്ല ഏറെ ഉപയോഗിക്കപ്പെടുന്നു. ഇവിടെയാണ് നമുക്ക് ഇന്നറിയാം ഹൈന്ദവ ഭീകരവാദം എന്നൊരു അവസ്ഥ ഇന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ പീഡനവും വിവേചനവും പാർശ്വവൽക്കരണവും ഒരു സമൂഹത്തെ ഭീകരവാദികളാക്കുമെങ്കിൽ ആക്കാതിരിക്കാനാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തിക്കുന്നത്. കാരണം പീഡനവും വിവേചനവും പാർശ്വവൽക്കരണവും ഏറെ അനുഭവിക്കുന്ന ഹൈന്ദവ സമൂഹത്തില് ആ നിരാശ ഇനി ഒരിക്കലും നേരെയാകില്ല എന്ന ആത്മവിശ്വാസക്കുറവ് അവരിൽ നിന്ന് ഭീകരവാദികൾ ഉണ്ടാകാതിരിക്കാൻ ജനാധിപത്യപരമായ സമരമുഖങ്ങൾ തുറന്നുകൊണ്ട് അതിന് പരിഹാരം കാണാനാണ് ഹിന്ദു ഐക്യവേദി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. എവിടെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും യഥാർത്ഥത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ്. നമുക്ക് ഒരു കലം ചോറ് കൊണ്ടോ നോക്കാൻ കലത്തോടെ മറിച്ചിട്ടിട്ട് വീച്ചു നോക്കുന്നുമുണ്ട്. ഒന്നോ രണ്ടോ വറ്റി വീച്ചു നോക്കിയാൽ നമുക്ക് അമ്മമാർക്കറിയാം. സാമ്പിളിന് നമ്മുടെ അവസ്ഥ എവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്നറിയാനുള്ളൊരു ടെസ്റ്റ് ഡോസ് നമുക്ക് നോക്കാം. ഒരു 2 ആഴ്ച മുമ്പ്, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊക്കെ പരീക്ഷക്കാലാണ്. നമ്മള് SLC പരീക്ഷ മാർച്ച് 11 കേരള സിലബസ് തുടങ്ങുന്നു. CBSE അതിനു മുന്നേ തുടങ്ങാൻ പോകുന്നു. എല്ലാറ്റിന്റെയും മോഡൽ പരീക്ഷകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, 1ഉം 2ഉം ഘട്ടം. ഇപ്പൊ നമ്മൾ ഈ പലരുടെയും വീടിന് മര്യാദയ്ക്ക് വെപ്പും തീനൊന്നും ഇല്ല എന്നുള്ളതൊരു വാസ്തവം. കാരണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷാ പേടിയാണ്. പുലർകാലത്ത് അമ്മമാരെ എഴുന്നേറ്റ് പാവിട്ടത്തോക്കിൽ തെര നടക്കണ മാതിരി കുട്ടികളുടെ തലയിലേക്ക് അടിച്ച് കയറ്റാനുള്ള ശ്രമം, പഠിക്ക് എന്ന് പറഞ്ഞ് 4 കൊള്ളണ പാത്രത്തിൽ 4 നാഴി കൊള്ളിക്കാനുള്ള ശ്രമമാണ്. ഇന്ത്യ പാക് അതിർത്തി ചെന്നമാരിയ പല വീട്ടിലും ചെന്നാൽ ആകെ ബഹളവും കോലാഹലവും, പുസ്തകം അങ്ങോട്ടെറിഞ്ഞ് ഇങ്ങോട്ടെറിഞ്ഞ്. സംഗതി എന്താ? നമ്മുടെ മക്കളൊക്കെ പഠിച്ചു നന്നാവണ്ടേ? ആ വെപ്രാളമാണ് മത്സരാധിഷ്ഠിത ലോകോടത്. അങ്ങനെ ഒരമ്മ 4 മണിക്ക് എഴുന്നേറ്റു. 2-3 ആഴ്ച മുമ്പ് 4 മണിക്ക് എഴുന്നേറ്റു, തന്റെ മകളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇപ്പൊ നമ്മുടെ പിള്ളേർക്കൊക്കെ 4 മണി എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിന്റെ നേരം. കുട്ടി ഇരുന്ന് തൂക്കുക. ദോഷം പറയരുതല്ലോ, അമ്മ പോയി കടന്നിട്ടൊന്നുമില്ല, അമ്മ തുണക്കിരിക്കുന്നുണ്ട്, അമ്മയും തൂക്കുക.
രണ്ടാളും മത്സരിക്കുക ആരാ കൂടുതൽ തൂക്കുക എന്നുള്ളതിന്. തൂക്കിയിരിക്കുന്നതിന്റെ ഇടയിൽ മകൾ എന്തോ ചിന്തിച്ച് ഞെട്ടിയാണ് ഉണർന്നു. ഞെട്ടി ഉണർന്നത് അമ്മയെ തോണ്ടി. അമ്മ ഉണർന്നു. അമ്മ എങ്ങനെ മുസ്ലിമാവാന്ന് വെച്ചു. അമ്മ ഒറ്റ കൈകൂപ്പല 30 ദേവഗണങ്ങളെയും അപ്പൊ വിളിച്ചു. എന്റെ കുട്ടിയെ ആരോ കണ്ണും കയ്യും കാട്ടി ഇപ്പൊ കെണിയിൽ പെടുത്തിയിരിക്കുന്നു. കുട്ടി കൈവിട്ട് പോയാലോ ദൈവമേ എന്ന് പറഞ്ഞ ഒറ്റ വിളിയ. അതിന്റെ അവസാനത്തിലോ അമ്മ പറഞ്ഞു, മഞ്ചേശ്വര എമ്മല്ലേ കുഞ്ഞമ്പൂന്റെ മകള് കെണിയിൽപ്പെട്ടപ്പോ ഡിവൈഎഫ്ഐക്കാരെങ്കിലും ഉണ്ടായി രക്ഷപ്പെടുത്താൻ. എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടാവുമോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിയ. അമ്മ അന്തം വിട്ടിരിക്കുന്നുണ്ടപ്പോ മകള് വീണ്ടും തോണ്ടി. അമ്മ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ, എങ്ങനെയാ മുസ്ലിമാവുക? പൊന്നാനിക്ക് ഇവിടുന്ന് എത്ര കൊണ്ട് വഴിയുണ്ട്? പൊന്നാനി പോയാൽ കാര്യം നടക്കുന്ന പറയുന്നത് പറഞ്ഞു. അമ്മ സർവാംഗം തളർന്നില്ല, കൈവിട്ട് പോയി. ഇനി എന്റെ കുട്ടിയെപ്പറ്റി നോക്കിയിട്ട് ഒരു കാര്യമില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിക്കളയാച്ചത്. അമ്മ പറഞ്ഞു, മോളെ കണ്ണും പിടിയും കാട്ടാൻ പലരും ഉണ്ടാവും കേട്ടോ, അതൊക്കെ നമ്മുടെ ജീവിതം തകർക്കുള്ള. അമ്മ എന്ത് വേണ്ടാനീനാ ഈ പറയണത്? കുട്ടിയെ എന്റെ കല്യാണമൊക്കെ ഞങ്ങൾ ഗംഭീരമായി നടത്തിയിട്ട് കല്യാണോ? ആരൊക്കെ ഇവിടെ കല്യാണത്തിന്റെ കുറ്റം പറഞ്ഞു? പിന്നെ നീ എന്തിനാ മുസ്ലിം ആവണം എന്ന് പറഞ്ഞതാണ്? കല്യാണം കഴിക്കാനാണോ വിചാരിച്ചത്? എനിക്ക് മദ്രസയിൽ പോവാനോ മുസ്ലിം ആയാലോന്നു. അമ്മ എന്തുകൊണ്ട് നീ എന്തിനാ മദ്രസയിൽ പോണ? അപ്പൊ അമ്മ ഈ പേപ്പറൊന്നും വായിക്കാറില്ലേ എന്ന് വെച്ചു. മദ്രസയിൽ പോയ എനിക്ക് ഈ പണ്ടാരക്കെട്ടൊന്നും പിന്നെ പഠിക്കേണ്ടല്ലോ വെച്ച് കുട്ടിയേക്കാൾ ഉയരത്തിലുള്ള പുസ്തകങ്ങളിൽ ഇരിക്കുകയാണ്. CBSEയുടെ ത്രിഭാഷ ഫോർമുല അനുസരിച്ചുള്ള 3 ഭാഷകള് സൂര്യന് കീഴെയും മേലെയുമുള്ള സർവ്വ വിജ്ഞാനം അരച്ച് കലക്കി ഗുളികപ്പരുവത്തിലാക്കിയിട്ട് കുട്ടിയേക്കാൾ ഉയരത്തിലുള്ള പുസ്തകം ഇരിക്കുകയാണ്. മദ്രസയിൽ പോയ നിത്യതൊന്നും പഠിക്കേണ്ടല്ലോ ആണ്. അമ്മ വിചാരിച്ചു മകളുടെ വല്ല ആണി ഇളകിയോ? എന്താപ്പോ മകൾ ഇങ്ങനെ പറയണം? അമ്മ ഈ പേപ്പറൊന്നും വായിക്കാറില്ലേ? കുട്ടി തലേ ദിവസം മാതൃഭൂമി പത്രാട്ട് കൊടുത്തു. ഫ്രണ്ട് പേജില് CBSE ബിരുദങ്ങൾക്ക് തുല്യമായി മദ്രസ ബിരുദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. CBSE ബിരുദങ്ങൾക്ക് തുല്യമായി മദ്രസ ബിരുദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന സർക്കാർ വിജ്ഞാപനം പത്രവാർത്തയായി കുട്ടി കാണിച്ചു കൊടുത്തു. മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ അമ്മിഞ്ഞ മേൽ നിന്ന് പിടിപിടിപ്പിച്ച് നമ്മൾ LKG കൊണ്ടുപോയി തട്ടും. കുട്ടി വയറ് നിറയെ കുടിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ മുന്നേ ഇവിടെ നിന്ന് വലിച്ച് നമ്മള് LKG കൊണ്ടുപോയി തട്ടും. നീണ്ട 14 കൊല്ലം കുട്ടിയും രക്ഷിതാക്കളും കൂടി ഉണ്ടണം അവിടെ. ജീവിതം തൊലയ്ക്കണം. അങ്ങനെ നീണ്ട 14 കൊല്ലം ഈ ഉലകത്തെ പറ്റി സർവവും പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കക്ഷത്ത് വെച്ച് കുട്ടി പുറത്തിറങ്ങുമ്പോ കുട്ടി കാണുന്നത് നേരം വെച്ചാകുമ്പോ 1 മണിക്കൂർ ഓജോന്റെ കക്ഷത്തും ഡേ സർട്ടിഫിക്കറ്റ്. CBSEക്ക് തുല്യമായ CBSE +2 പരീക്ഷ പാസ്സായതിന്റെ തുല്യമായ സർട്ടിഫിക്കറ്റ് മദ്രസയിൽ ഓജോനും കിട്ടുന്നു. ഇത് പടച്ചവന്റെ വിധിയല്ല. ഇത് പടച്ചവന്റെ വിധിയാണെങ്കിൽ ഹിന്ദു ഐക്യവേദി അതിനോട് എതിരിടാനില്ല. കാരണം ദൈവമെല്ലാം ഒന്നാണ്. ഇത് വിഗ്രഹാരാധകരും ബഹുദൈവാരാധകരുമായ ഞങ്ങളെ ശിക്ഷിക്കാൻ ദൈവമിട്ട വിധിയാണെങ്കിൽ അവിടെ ഞങ്ങൾ കീഴടങ്ങുന്നു. പക്ഷെ ഇത് ദൈവത്തിന്റെ വിധിയല്ല. ഇത് ഞാനും നിങ്ങളും തെരഞ്ഞെടുത്തയച്ച രാഷ്ട്രീയ ദൈവങ്ങൾ രൂപം കൊടുത്ത ഗവൺമെന്റിന്റെ വിധിയാണെങ്കിൽ എതിർക്കണ്ടേ നമുക്ക്? മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം. മതേതരത്വത്തിന് ഭ്രാന്ത് പിടിച്ചാലോ? ആ ചികിത്സയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ മതേതരത്വത്തിന് ഭ്രാന്ത് പിടിച്ച് സർവ്വവും നശിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കൂച്ചുവിലങ്ങെങ്കിലും